നമ്മുടെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭൂമിയിൽ ഒരു പ്രകാശഗോപുരം പോലെ അക്ഷരത്തിൻ്റെയും അറിവിൻ്റെയും വെളിച്ചം വിതറിക്കൊണ്ട് നിലകൊള്ളുന്ന സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയുടെ നവീകരിച്ച ഓഡിറ്റോറിയം നിങ്ങളേവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സസ്നേഹം അറിയിക്കുകയാണ്. അടുത്ത ചുമതല സമ്മർ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഏറെ സന്തോഷമുണ്ട്. ഈ നവീകരിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിൽ ആദ്യം നടക്കുന്ന പരിപാടിയിൽ നിറയെ കുട്ടികളുമായി ഒരു വസന്തം വിടർത്തിക്കൊണ്ടാണ് ഈ നവീകരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത്. നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ വാസനകളും അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയുമെല്ലാം നല്ല നിലയിൽ വളർത്താൻ ഉതകുന്ന വിധത്തിലാണ് ഈ സമ്മർ സ്കൂളിൻ്റെ ഉള്ളടക്കം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് അഭിമാനകരമാണ്. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ആന്തരിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വലുതാകുന്നത്. മുൻ തലമുറകളെ അപേക്ഷിച്ച് സാമൂഹ്യമായ ഇടപെടലുകൾക്കും സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം വളരെ കുറച്ച് സമയം മാത്രം ലഭിക്കുന്ന വിധത്തിൽ പഠന പ്രവർത്തനങ്ങളിൽ എപ്പോഴും വ്യാപൃതരാകുന്ന നിലയിലാണ് നമുക്ക് കുട്ടികളെ കാണാൻ സാധിക്കുന്നത്. അത് നൽകുന്ന ആന്തരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെറുതല്ല എന്ന് കുട്ടികളെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, കുടുംബഘടന അത് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വഴിതിരിയുകയും ആധുനിക ജീവിത സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് അച്ഛനമ്മമാർ തിരക്കേറിയവരായി മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ വീടുകൾക്കകത്ത് വല്ലാതെ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളത് തർക്കരഹിതമായ കാര്യമാണ്. മുൻകാലങ്ങളിൽ അമ്മൂമ്മമാരും മുത്തച്ഛന്മാരുമെല്ലാം അവർക്ക് വേണ്ടുന്ന വൈകാരിക സുരക്ഷ പകർന്നു നൽകിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കുകയും കഥകളും കവിതകളുമെല്ലാം പറഞ്ഞു കൊടുക്കുകയും അവർ തമ്മിലുള്ള ആ ഊഷ്മള ബന്ധം അധിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇന്നിപ്പോൾ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ഗൃഹാന്തർഭാഗത്ത് ഒറ്റപ്പെട്ട നിലയിലാണ് പലപ്പോഴും കുട്ടികൾ തുടരേണ്ടതായി വരുന്നത്. പണ്ടൊക്കെ ഈ മധ്യവേനൽ അവധി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും അധികം ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങളായിരുന്നു. ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ചെലവിട്ടിരുന്ന മധ്യവേനൽ അവധിക്കാലം. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ ഒരു പഠന പ്രവർത്തനമാണ്. ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് കാൽനടയായി ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാമൂഹ്യമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാനുമൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഓടുന്ന വാഹനത്തിലേക്ക് ആരെങ്കിലും എടുത്ത് വയ്ക്കും, സ്കൂളിലെത്തുമ്പോൾ ആരെങ്കിലും എടുത്ത് താഴേക്ക് വയ്ക്കും, അങ്ങനെയല്ലേ? അപ്പോൾ ഭൂമിയിൽ ചവിട്ടി നടക്കാൻ പോലും വേണ്ടത്ര സമയം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ കുളത്തിലിറങ്ങി കളിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ധാരാളമായിരുന്നു. ഇപ്പോൾ ടി വിയിലൂടെ അല്ലെങ്കിൽ മൊബൈലിലൂടെ കാണുന്ന വെള്ളത്തിനെയാണ് അവർ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളോട് തന്നെ ഈ കാര്യം വിശദീകരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അത്തരം ആന്തരികമായ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ
വലിയ വിപര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് താരതമ്യേന ശാന്തരായ കുട്ടികൾ പോലും പലപ്പോഴും ഹിംസാത്മകതയിലേക്ക് നീങ്ങുന്ന അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണല്ലോ ഒരു ചെറുപ്പക്കാരൻ അമ്മയുൾപ്പെടെയുള്ളവരെ പരിക്കേൽപ്പിക്കുകയും ഒക്കെ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കുട്ടികളുള്ളപ്പോൾ. അപ്പോൾ ഇങ്ങനെ അടുത്ത ബന്ധുക്കളെ പോലും ആക്രമിക്കാനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ വളരുന്നതിൻ്റെ പകുതി കാര്യം അവരുടെ ഊർജം പോസിറ്റീവായ നിലയിൽ ചെലവഴിക്കുന്നതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു പ്രവണതയ്ക്ക് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് കുട്ടികളുടെ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് വഴി തിരിച്ചു വിടുന്നതിനുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടുതലായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കലയിലും സാഹിത്യത്തിലും അഭിരുചിയുള്ള കുട്ടികളെ ആ കഴിവുകൾ വികസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് അയക്കാൻ കഴിയണം. കായികമായ മികവുകൾ വളർത്താൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് കളിക്കളങ്ങളിൽ അവരുടെ ഊർജം ചെലവിടാനും അവരുടെ കായികമായ കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള അവസരം ലഭിക്കണം. സാഹിത്യവാസനകളുള്ള കുട്ടികൾക്ക് അത് വികസിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള വായനയും അക്ഷരവുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകണം. ഇതൊക്കെ തന്നെ വലിയ ഒരു ദൗത്യമാണ് സമൂഹത്തിൽ നിറവേറ്റുന്നത്. കുട്ടികളുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള വന്യവാസനകളും ഹിംസാത്മകമായ ചിന്തകളുമെല്ലാം സ്ഫുടം ചെയ്തെടുക്കാൻ കലയ്ക്കും സാഹിത്യത്തിനും അതുപോലെ കായികമായ കളികൾക്കും എല്ലാം വളരെയധികം കഴിവുണ്ട്. ഒരുതരം വിമലീകരണമാണ്, കഥാർസിസ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒരു മനുഷ്യരെ അവരുടെ മൃഗീയമായ വാസനകളിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത് ഉത്തമ മനുഷ്യരാക്കി മാറ്റുന്ന ആ പ്രവർത്തനം, അത് തീർച്ചയായും കലയ്ക്കും സാഹിത്യത്തിനും കായികമായ കളികൾക്കുമെല്ലാം അതിൽ വലിയ പങ്കുവഹിക്കാൻ സാധിക്കും. അത്തരം പ്ലാറ്റ്ഫോമാണ് ഇവിടെ ആരംഭിക്കുന്ന സമ്മർ സ്കൂൾ അതുപോലെ പരസ്പരം കൂടി ഇരുന്ന് പ്രവർത്തിക്കാനും കുട്ടികൾക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കല്ലുകളൊക്കെ വെള്ളത്തിലൂടെ ദീർഘസമയം ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി ഉരസി നല്ല മിനുസമുള്ള കല്ലുകളായിട്ട് മാറില്ലേ? കൂർത്ത മുനകളുള്ള കല്ലുകൾ ഒരുപാട് ദിവസങ്ങളോളം വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പരസ്പരം കൂട്ടി ഉരസിയൊക്കെ നല്ല സ്മൂത്തായി തീരും അതുപോലെ കുട്ടികൾ പരസ്പരം ഇടപെട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഹൃദയ വിശാലത ഉണ്ടാകേണ്ടതുണ്ട്. അതിനൊക്കെ സഹായകരമായൊരു പ്രവർത്തനമാണ് അക്കാദമിക്കായിട്ടുള്ള അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട ആ തിരക്കുകളിൽ നിന്ന് അല്പം മോചനം ലഭിക്കുന്ന വെക്കേഷൻ സമയത്ത് ഇത്തരം സ്കൂളുകളിലേക്ക്, അതായത് ഇത്തരം വേദികളിലേക്ക് കുട്ടികളെ നയിക്കുക എന്നുള്ളത്. തീർച്ചയായും അത് അവർ പ്രയോജനപ്പെടുത്തട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സമൂഹത്തിൻ്റെ വിവിധ കർമ്മ മേഖലകളിൽ അഭിനന്ദനീയമായ നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ബഹുമാന്യ വ്യക്തികളാണ് കുട്ടികളുമായി സംവദിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ലഹരിയുടെ ഉപഭോഗമെല്ലാം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന പ്രവണതയായിട്ട് വളർന്നു വരികയാണ്. സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അത് ആഗോളതലത്തിൽ തന്നെ വിരിക്കപ്പെട്ട ഒരു മാഫിയ നെറ്റ്വർക്ക് ആ പ്രവണതകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഒരു സമൂഹം എന്ന നിലയിൽ അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് നേരത്തെ തന്നെ ലോകത്തിൻ്റെ മുൻപിൽ ഒരുപാട് ഉത്തമ മാതൃകകൾ ഉയർത്തിപ്പിടിച്ച കേരളത്തിന് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടവും ശക്തിപ്പെടുത്തി ലോകത്തിൻ്റെ മുന്നിൽ ഒരു മാതൃക സൃഷ്ടിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം സർക്കാരും സന്നദ്ധ സംഘടനകളുമെല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലഹരി വിമുക്ത കേരളത്തിന് കൂടി വേണ്ടി നിലകൊള്ളുന്ന ഒരു കാലം ആണ് ഇത്. അപ്പോൾ സ്വയം സജ്ജരാകാനും മറ്റുള്ള വിദ്യാർത്ഥികളെ കൂടി നേരിൻ്റെയും നന്മയുടെയും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വഴികളിലേക്ക് പ്രേരിപ്പിക്കാനും ഈ സമ്മർ സ്കൂളിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വലിയ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾക്കെതിരെ നിലയുറപ്പിക്കാൻ തയ്യാറുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായിട്ട് വളരട്ടെ.
ഇവിടെ ആമുഖമായിട്ട് കൊമ്പിയറിങ് ചെയ്യുന്ന ചേച്ചി പറഞ്ഞല്ലോ, ഒരൊറ്റ മതമുണ്ടുലകിനുയരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതിനു മുമ്പ്? ആരും കേട്ടിട്ടില്ലേ? അത് ഉള്ളൂരിൻ്റെ കവിതയാണ്, പ്രേമസംഗീതം. ഒരൊറ്റ ഉലകിനുയരാം പ്രേമമതൊന്നത്രേ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ലോകത്തിൽ സ്നേഹം എന്നുള്ളതാണ് ഏറ്റവും വലിയ മതം എന്നുള്ളതാണ് ആ വരികളിൽ പറയുന്നത്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. മറ്റ് മനുഷ്യരെ സ്നേഹിക്കാനും സാഹോദര്യത്തോടെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന വിശാല മാനവികതയെക്കുറിച്ച് പറഞ്ഞവരാണ് നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാക്കളായി മാറിയ നമ്മുടെ നവോത്ഥാന ആചാര്യന്മാരും കവികളുമൊക്കെ തന്നെ. കുമാരനാശാനെ പോലുള്ള കവികൾ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മുടെ മാനവരാശിയുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ച, ഭാവുകത്വ സൃഷ്ടിയിൽ വലിയ പങ്കാളിത്തം വഹിച്ച കൃതികളാണ്. വായിക്കുമ്പോൾ ഒരാളുടെ മനസ്സ് വികസിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ കൂടെ സഞ്ചരിക്കാനുള്ള ഒരവസരമാണ് വായന ഒരുക്കി തരുന്നത്. നമ്മുടെ പഠനമുറിയിൽ ഇരുന്നോ അല്ലെങ്കിൽ ഹോളിനകത്തിരുന്ന് വായിക്കുമ്പോൾ, ലൈബ്രറിക്കകത്തിരുന്ന് വായിക്കുമ്പോൾ ഒക്കെ തന്നെ ആ ഇരുന്നിടത്തിരുന്നു കൊണ്ട് ഒരു ലോക സഞ്ചാരമാണ് നമ്മൾ നടത്തുന്നത്. മറ്റുള്ളവരുടെ അനുഭവ ലോകത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്. അത് നമ്മുടെ ഹൃദയം വിശാലമാക്കാനായിട്ട് വളരെയധികം സഹായകരമാകും. മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ പോസിറ്റീവായ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെ ഏറെ സഹായകരമായിട്ടുള്ള ഒന്നാണ് വായന. അപ്പോൾ അതിലേക്ക് കുട്ടികളെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് ഈ സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കുക, ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്കാണ്, അതിന് ഏറ്റവും നല്ല ഒരു ഉപായമാണ് കുട്ടികളെ വായനയിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളത്. അക്ഷരമാണ് ലഹരി, സർഗാത്മകതയാണ് ലഹരി, വായനയാണ് ലഹരി എന്ന ബദൽ മുദ്രാവാക്യമാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഉയർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് കവിത കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മിക്കവാറും കുട്ടികൾ കേട്ടിട്ടില്ല. നമുക്ക് അവരെ കഥയിലേക്കും കവിതയിലേക്കുമൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. അപൂർവം രക്ഷിതാക്കളാണ് ഇവിടെ എന്നെ കേൾക്കാനായിട്ടുള്ളത്. അവരോട് എനിക്ക് പറയാനുള്ളത്, കഥയിലേക്കും കവിതയിലേക്കുമൊക്കെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ ബോധപൂർവമുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ മൊബൈലിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ തിക്കി വരുന്ന എല്ലാം അത് വിവേചന ബുദ്ധിയില്ലാതെ കാണുകയാണ് കുട്ടികൾ. ഏതാണ് തള്ളേണ്ടത് ഏതാണ് കൊള്ളേണ്ടത് എന്ന് ചിലപ്പോൾ അവർക്ക് അവരുടെ ആ ചെറുപ്രായത്തിൽ മനസ്സിലാകില്ല, അറിയില്ല. അതുകൊണ്ട് തന്നെ പുസ്തകത്തിലേക്ക്, വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് ഈ കാലത്തെ ഒരു സുപ്രധാനമായ ദൗത്യമായി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വായനയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട് കുട്ടികളെ. നമ്മളുടെ സങ്കല്പന, നമ്മുടെ ഭാവനയെ ദീപ്തമാക്കാൻ വായനയോളം കഴിവുള്ള ഒന്നുമില്ല. നമ്മളൊരു കഥ വായിക്കുമ്പോൾ ആ കഥയെയും കഥാപാത്രങ്ങളെയും കുറിച്ച് നമ്മൾ നമ്മുടെ ഭാവനയിൽ കാണുകയാണ്. നേരെ മറിച്ച് ടി-വിയുടെ സ്ക്രീനിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലോ കാണുമ്പോൾ അത് ചിത്രീകരിച്ചിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളായി അഭിനയിച്ചവരുടെ അവതരണവും അവരുടെ ഭാവനയും അവരുടെ ഭാവനയ്ക്കനുസൃതമായിട്ടുള്ള ഒരു പ്രകടനം മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ വായിക്കുമ്പോൾ അനന്ത സാധ്യതകളാണ് ഭാവനയ്ക്ക് ഉണ്ടാകുന്നത്. ഭാവനയ്ക്ക് ചിറക് കൊടുക്കുന്ന പ്രവർത്തനം കൂടിയാണ് വായന. അത് നിങ്ങളുടെ മറ്റ് കഴിവുകളെ വികസിപ്പിക്കാനും വലിയ രീതിയിൽ ഉപയുക്തമാകും. ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതൽ നീട്ടി ഇനിയും സംസാരിക്കുന്നില്ല. അടുത്ത സമ്മർ ക്യാമ്പ് ആവുമ്പോഴേക്കും കുമാരനാശാനെയൊക്കെ വായിച്ചിട്ടുള്ള കുട്ടികളായിട്ട് നിങ്ങളിവിടെ വരുമെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ കുറേ കൂടി സമയമെടുത്ത് നിങ്ങളോട് സംവദിക്കാൻ എനിക്കും സാധിക്കേണ്ടതുണ്ട് എന്നറിയാം. അപ്പോൾ സമയപരിമിതി കൊണ്ട് ഇനിയും കൂടുതൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല. വളരെ സന്തോഷമുണ്ട് ഈ സമ്മർ ക്യാമ്പിലേക്ക് കുട്ടികളെ എത്തിക്കാൻ രക്ഷിതാക്കൾ മുൻകൈ എടുത്തു എന്ന കാര്യത്തിൽ. കാരണം വളരെ പോസിറ്റീവായ പ്രവർത്തനങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്.
പരസ്പരം സ്നേഹത്തോടെ ഇടപെടാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. അതിനൊക്കെ അവസരം നൽകുന്ന സമ്മർ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സർക്കാരിൻ്റെ പേരിൽ ഹൃദയംഗമമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സമ്മർ സ്കൂൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.